ക്ലെമൻ കാരശ്ശേരി, ഈ ആപ്പ് വന്ന ഘട്ടത്തിൽ കേജ്രിവാൾ എന്ന നേതാവിൽ എത്രത്തോളം ആകൃഷ്ടനായിരുന്നു താങ്കൾ എന്ന് എനിക്ക് ഓർമ്മയുണ്ട്. താങ്കൾ ആ ഘട്ടത്തിൽ കേജ്രിവാളിനെ കാണാൻ ഡൽഹിയിൽ പോയി നേരിട്ട് കണ്ടതൊക്കെ ഞാൻ ഓർക്കുന്നു. ആ ആ ആ ഒരു ആഭിമുഖ്യം ആപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. പിന്നീട് താങ്കൾ ആപ്പിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ആപ്പിന്റെ ഭാഗമല്ലല്ലോ. അപ്പോൾ രാഷ്ട്രീയമായ ആ, ആ, എതിർപ്പുകളെ തുടർന്നാണോ അത് അത് വേണ്ട എന്ന് വെച്ചത്, ആപ്പിൽ തുടരേണ്ടതില്ല എന്ന് തീരുമാനിച്ചത്? അതിൽ നിന്ന് തുടങ്ങാമെന്ന് തോന്നുന്നു. സ്മൃതി, തീർച്ചയായിട്ടും ആ, കെജ്രിവാൾ വന്ന വരവ് അനവധി ആളുകളെ ആകർഷിച്ചു. അതൊരു അഴിമതി വിരുദ്ധ പ്രസ്ഥാനമാണ്, ഒരു സാധാരണ രാഷ്ട്രീയ പാർട്ടി അല്ല എന്ന് എനിക്ക് തോന്നി. അതുപോലെ രാജ്മോഹൻ ഗാന്ധി, മേധാ പട്കർ, RB ശിവകുമാർ, ഉദയകുമാർ, അങ്ങനെ പലർക്കും തോന്നി. അത് ഞാനും 10 രൂപ കൊടുത്തൊരു മെമ്പർഷിപ്പ് എടുത്തത് 12 കൊല്ലം മുമ്പാണ്, സത്യമാണ്. അന്ന് അതിനെപ്പറ്റി ഒരു ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതിൽ ഒരു സ്ഥാനത്തിരിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും മണ്ഡലത്തിൽ മത്സരിക്കാനോ ഒന്നും ഉദ്ദേശിച്ചിരുന്നില്ല. എന്നോട് അവർ പറയാഞ്ഞിട്ടല്ല. പക്ഷെ പിന്നീട് അതൊരു സാധാരണ പാർട്ടിയാണ്, അതിൽ വന്ന ആളുകളൊക്കെ സ്ഥാനമോഹികളും ആ തരത്തിലുള്ള മത്സരങ്ങളുള്ള ആളുകളെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ നിർജ്ജീവാകുക ചെയ്തത്. ഞാനതിൽ നേരത്തെ സജീവമായിരുന്നില്ല. ഞാനതിന് പിന്തുണ കൊടുക്കുന്നു. ഇന്ത്യയിലെ നാനാഭാഗത്തുമുള്ള യുവാക്കളുടെ ഒരു പ്രതീക്ഷയായിട്ട് വന്നു. മാത്രമല്ല, അന്ന് ഞാൻ ഡൽഹിയിലുള്ളപ്പോഴാണ് പാകിസ്ഥാൻ ആം ആദ്മി പാർട്ടി രൂപീകരിച്ചത്. പിന്നെ അത് അധികാരം കിട്ടിയ ഒരു സാധാരണ പാർട്ടിയാണെന്ന് തോന്നിയപ്പോൾ പിന്നെ എനിക്കതിൽ താല്പര്യമില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ കെജ്രിവാൾ, ഞാൻ അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചാണ്. ഞാൻ പിന്നീട് വാരാണസിയിൽ വെച്ച് അദ്ദേഹത്തെ കണ്ടിരുന്നത്, അദ്ദേഹം അവിടെ മത്സരിക്കുമ്പോൾ. അപ്പോൾ അന്ന് സംസാരിക്കാൻ നേരം കിട്ടിയില്ല. ആ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഒരു അധികാരം കിട്ടിക്കഴിഞ്ഞപ്പോൾ സാധാരണ പാർട്ടിയുടെ പല പ്രശ്നങ്ങളും കേരളത്തിലൊക്കെയുള്ള ആം ആദ്മിയിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ചർച്ച ചെയ്യേണ്ട ഒരു നേരമല്ലെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം BJP ഇപ്പോൾ ആയിത്തീർന്നത്, ഇവിടെ ഇപ്പോൾ ഇന്ത്യയിൽ ഒരു അടിയന്തരാവസ്ഥ വന്നു എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഓപ്പറേഷൻ ലോട്ടസ്, ഓപ്പറേഷൻ താമര എന്ന് പറയുന്നത് മറ്റു പാർട്ടികളിലെ ആളുകളെ പണം കൊടുത്ത് വശത്താക്കി അധികാരം നേടുക. ഇപ്പം ഞാൻ ഇത്രയൊന്നും ബഹളം ഉണ്ടാക്കാതെ ഒരു ചെറിയ കാര്യം ഞാൻ ചോദിക്കാം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് കേരളത്തിലെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ K. സുരേന്ദ്രൻ പറഞ്ഞു, 30 സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ കേരളം ഭരിക്കുന്നു. അദ്ദേഹം ആ പ്രസ്താവന തിരുത്തിയിട്ടില്ല, പിൻവലിച്ചിട്ടില്ല. കേരള നിയമസഭയിൽ 140 മെമ്പർമാരുണ്ട് എന്നും 71 മെമ്പർമാരെ കിട്ടിയാലേ ജനാധിപത്യത്തിൽ ഭരിക്കാൻ കഴിയൂ എന്നും അറിയാത്ത ആളല്ല അദ്ദേഹം. ആ 30 കിട്ടിയാൽ ബാക്കി 41 എന്ത് ചെയ്യും? വിലയ്ക്ക് വാങ്ങും എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം തൊട്ടടുത്ത കർണാടകയിൽ അങ്ങനെ വിലയ്ക്ക് വാങ്ങി നമ്മൾ കണ്ടതാണ്. പിന്നെ അല്ലെങ്കിൽ ED എന്നുള്ളൊരു ഭീഷണി, അല്ലെ CBI എന്നുള്ളൊരു ഭീഷണി, ഇതാണ് രാഷ്ട്രീയമല്ലത്. അത് മുഴുവൻ ഈ തരത്തിലുള്ള കുതിരക്കച്ചവടമാണ്. അത് ജനാധിപത്യമല്ല, അത് ധനാധിപത്യമാണ്. അപ്പോൾ അതിന് മറയായിട്ട്, അതിന് വൈകാരികത കൊടുക്കാൻ വേണ്ടി ഹിന്ദുത്വ തുടങ്ങിയുള്ള കാര്യങ്ങൾ പറയാണ്. അപ്പോൾ BJP ഭരിക്കുന്നത് ഇവിടുത്തെ അദാനി, അംബാനി, ടാറ്റ, ബിർള തുടങ്ങിയുള്ള കുത്തക മുതലാളിമാർക്ക് വേണ്ടിയാണ്. യാതൊരു തരത്തിലുള്ള ആദർശത്തിൻ്റെയും മൂല്യത്തിൻ്റെയും പ്രത്യയശാസ്ത്രത്തിൻ്റെയും പ്രശ്നം അവർക്കില്ല. യാതൊരു ലജ്ജയില്ലാതെയാണ് അവർ ഈ തരത്തിൽ ആളുകളെ വിലയ്ക്ക് വാങ്ങുന്നതും ആളുകളെ പിടിച്ച് അറസ്റ്റ് ചെയ്യുന്നതൊക്കെ. ഇപ്പോൾ അമേരിക്ക, ജർമ്മനി തുടങ്ങിയുള്ള രാജ്യങ്ങൾ പരസ്യമായിട്ടത് പ്രകടിപ്പിച്ചു കഴിഞ്ഞു. കാരണം ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയെയാണ് ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് ജയിലിട്ടിരിക്കുന്നത്, അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ അവിടുത്തെ ലെഫ്റ്റനൻറ്റ് ഗവർണർ പറയുന്നത് എന്താണ്? ഈ ജയിലിലിരുന്നൊന്നും ഭരിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഒരു രാഷ്ട്രപതി ഭരണം കൊണ്ടുവരാനുള്ള കളിയാണ് അവർ കളിക്കുന്നതെന്ന് പലർക്കും സംശയമുണ്ട്. ഇപ്പോൾ അതിനിടയ്ക്ക് പഞ്ചാബിലുള്ള ഒരേ ഒരു MP ആണ് ജലന്ധർ MP. അദ്ദേഹം BJP ചേർന്ന് കഴിഞ്ഞു. ഒന്നുകിൽ അദ്ദേഹത്തിന് പണം കൊടുത്തു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ അഴിമതി കേസുകൾ എന്തോ ഫയൽ പുറത്തെടുത്തു. രണ്ടായാലും ജനാധിപത്യം അല്ലാതെ അത് മുഴുവൻ ഭീഷണിപ്പെടുത്തുക അല്ലെങ്കിൽ വിലയ്ക്ക് വാങ്ങുക എന്നുള്ളത് എന്ത് രാഷ്ട്രീയമാണ്, എന്ത് ജനാധിപത്യമാണ്? ഇപ്പോൾ 2024 ജൂൺ 4 കൂടി നമ്മൾ എന്തൊക്കെയാണ് കാണാൻ പോകുന്നതെന്ന് എനിക്ക് നല്ല സത്യമായിട്ടും ഒരു ജനാധിപത്യ വിശ്വാസി എന്നുള്ള നിലയ്ക്ക് എനിക്ക് വലിയ ആകാംക്ഷയുണ്ട്. കാരണം നമ്മുടെ ജനാധിപത്യം ഈ തരത്തിൽ വിലയ്ക്ക് വാങ്ങാവുന്നതും മതത്തിൻ്റെ വൈകാരികത കൊണ്ട് ക്ഷേത്ര രാഷ്ട്രീയമോ
പശുരാഷ്ട്രീയമോ പറഞ്ഞ് അക്രമത്തിൻ്റെയും ഹിംസയുടെയും വഴിക്ക് ഇലക്ഷൻ നടക്കുക, ലഹളകൾ ഉണ്ടാക്കുക. അപ്പോൾ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് ഇന്ത്യയുടെ ജനാധിപത്യം എന്നുള്ളത് എത്ര ഇടിഞ്ഞുപോയി. ഇന്ത്യക്ക് പുറത്ത് ആളുകൾ അതൊക്കെ അവർ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, നമ്മൾ കാണുന്നൊരു കാര്യമാണിത്. അതുകൊണ്ട് കെജ്രിവാൾ അവർ വിചാരിക്കുന്ന മാതിരി ആയിരിക്കില്ല. തീർച്ചയായിട്ടും ആം ആദ്മിയുടെ പ്രതിനിധി ശ്രീ വിനോദ് മാത്യു പറഞ്ഞത് ശരിയാണ് അദ്ദേഹം വിചാരിക്കുന്നത്. കാരണം ഇത് ആം ആദ്മിക്ക് ഗുണമേ ചെയ്യൂ. ഇനിയിപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള MLA-മാരെ MP-മാരെ ഒക്കെ അവർ വിലയ്ക്ക് വാങ്ങാൻ പോകുന്നുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ, അങ്ങനെ വിലയ്ക്ക് കിട്ടുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഉപമുഖ്യമന്ത്രി 1 കൊല്ലമായി ജയിലിലാണ്, ഇപ്പം മുഖ്യമന്ത്രിയും ജയിലിലായി. ഇതൊന്നും ജനാധിപത്യത്തിൽ കേട്ടുകേൾവിയുള്ള കാര്യങ്ങളല്ല. ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് ചരിത്രത്തിൽ ആദ്യമായിരിക്കും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.